നിഷ വിസ്പിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് ഞാൻ ഓൾറെഡി 2 ഷോർട്സ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് എന്താ പറയുക, ഈ ഒരു വലിയ വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇടുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെല്ലാവരും വർക്കൗട്ട് ചെയ്യൂ അങ്ങനത്തെ ആഹ്വാനങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എന്താ പറയുക അനുഭവം ഇവിടെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയിട്ടാണ്. നമ്മളുടെ എന്താ പറയുക ശരീരത്തിൻ്റെ ആരോഗ്യം, അതേപോലെ മെയ് വഴക്കം, അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ആവർത്തിച്ച് പലയിടത്തും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളിൽ പലർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്താ പറയുക ഇതിനുള്ള നേരം കണ്ടെത്താനായിട്ട് കഴിയാറുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ ജിമ്മിൽ വരുന്ന എന്താ പറയുക അവരെ കാണുമ്പോൾ എനിക്ക് തോന്നും ഇത്രയും പേർക്കൊക്കെ ഇതിന് സമയം ചിലവഴിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ, അതൊരു നല്ല കാര്യമാണെന്നുള്ളത്. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ വൈകി മനസ്സിലാക്കിയൊരു ആളാണ് ഞാൻ. എന്താ പറയുക, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുടെയും അതേപോലെ നമ്മളെ അറിയാവുന്ന പരിചയക്കാരുടെയും ഒക്കെ ചോദ്യശരങ്ങളും, അതേപോലെ അവരെ അയ്യോ ഇത്രയും മാറിപ്പോയല്ലോ എന്നുള്ള അത്ഭുതപ്പെടലുകളും, പിന്നെ ചെറിയ രീതിക്ക് ബോഡി ഷേമിങ്ങും ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി എന്താ പറയുക കൂടുതൽ ബോധ്യം ഉണ്ടായത്. പിന്നെ ഏറ്റവും കൂടുതൽ ബോധ്യം ഉണ്ടാകാനുള്ള കാരണം കുറച്ച് ആരോഗ്യസ്ഥിതി വഷളായി തുടങ്ങിയപ്പോഴും കൂടിയിട്ടാണ്. എന്ന് കരുതി നമ്മൾ വെയിറ്റ് ഉള്ളത് ഒരു ഇതാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഏത് വിധത്തിലുള്ള ശരീരപ്രകൃതി ഉള്ളവരാണെങ്കിലും അതിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കേണ്ടതുണ്ട്. നമ്മളെ സ്വയം നമ്മൾ തന്നെ അംഗീകരിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ നമ്മളെ കാണേണ്ട കാര്യമില്ല. എന്നാലും എന്തെങ്കിലും രീതിയിലുള്ള വ്യായാമം, ഇപ്പോൾ ജിമ്മ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ യോഗയോ അതേപോലെ എത്രയോ വ്യായാമ മുറകളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കളരിക്ക് പോകുന്നവർ സ്ത്രീകളുണ്ട്, അതേപോലെ മിക്സ്ഡ് മാർഷ്യൽ ആർട്സിന് പോകുന്നവരുണ്ട്, പിന്നെ സൈക്ലിങ്ങിന് പോകുന്നവരുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി അമ്പലത്തിന് ചുറ്റും 4 പ്രദക്ഷിണം വയ്ക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉമ്മറത്തൊരു അമ്പലക്കുളമുണ്ട്, അതിന് ചുറ്റും അമ്പലത്തിൽ പോയി വന്ന ശേഷം നടക്കുന്നവരുണ്ട്. എന്ത് തന്നെ ആയാലും അവനവന് വേണ്ടി നമ്മളെ വ്യായാമത്തിനും നമ്മളെ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തേണ്ടത് വളരെ 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 പ്രധാനമാണ്, അത്യാവശ്യമാണ്. ഇത് വളരെ വൈകി മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ, അതിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളെന്ന നിലയിലുമാണ് ഇത് പറയുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.